ക്രൂശിലെ ഏഴാമത്തതും അവസാനത്തതുമായ മൊഴി. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ലൂക്കോസ് 23:46. വേദനയുടെ തീച്ചൂളയിൽ വെന്തെരിഞ്ഞ യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി. അതിൻ്റെ തുടർച്ചയെന്നോണം വീണ്ടും വിളിച്ചു പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ലൂക്കോസ് 23:46. ക്രൂശിലെ മൊഴികളിൽ ആദ്യത്തേതും അവസാനത്തേതും പിതാവേ എന്ന അഭിസംബോധനയോട് കൂടിയാണ് തുടങ്ങിയത്. അൽഫയും ഒമേഗയുമായവൻ തൻ്റെ പ്രവൃത്തികളിൽ പിതാവിൽ സമർപ്പിക്കുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപത്തിൽ പ്രാകൃത ശരീരത്തിൽ ഇറങ്ങി വന്നവൻ മർത്യ ശരീരം വിടുവാൻ സമയമായപ്പോൾ പിതാവിനോട് പറയുന്നു, ഞാൻ ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സങ്കീർത്തനം 31:5. അവൻ അവസാന സമയത്ത് ഉദ്ധരിക്കുന്നു. പുത്രന്റെ ചുണ്ടുകളിൽ നിന്നും പിതാവ് എന്നുള്ള പദം ഒഴിഞ്ഞുപോയിട്ടില്ല. ലൂക്കോസ് 2:49 പിതാവ് എന്ന് പറഞ്ഞ് സമാരംഭിക്കുന്നു. മത്തായി 5 മുതൽ 7 വരെയുള്ള ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു അനേക പ്രാവശ്യം പിതാവിനെ പരാമർശിക്കുന്നു. ശിഷ്യന്മാരുമായുള്ള അവസാനത്തെ സംഭാഷണത്തിലും യോഹന്നാൻ 17 പൗരോഹിത്യ പ്രാർത്ഥനയിലും അവണ്ണം തന്നെ കുരിശിന്റെ ഉയർച്ചയിൽ കിടന്ന് തൻ്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിക്കുന്നു. 4 സുവിശേഷങ്ങളിലായി 174 പ്രാവശ്യം പിതാവേ എന്ന് വിളിച്ചിരിക്കുന്നു. ഏറ്റവും അധികം യോഹന്നാനിൽ ആണ്. പഴയ നിയമവിശുദ്ധന്മാർ എല്ലാവരും തന്നെ അവരുടെ പ്രാർത്ഥനകളിൽ യഹോവയെ അഭിസംബോധന ചെയ്യുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ്. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിയർക്ക് ഒരു മാറ്റം ലഭിച്ചു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന ശബ്ദം മാറ്റി എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രൻ ഇടയാക്കി. പിതാവേ എന്ന് വിളിപ്പാൻ ഇടയാക്കിയത് ക്രൂശിൽ കിടന്ന് പിതാവേ എന്ന് വിളിച്ച പുത്രനത്രേ. ചങ്കിന്റെ ഇടുപ്പും ശ്വാസോച്ഛ്വാസവും ഹൃദയതാളവും നിൽക്കുന്നതിന് മുമ്പേ ഉരുവിട്ട വാക്കുകൾ ശ്രദ്ധേയമാണ്. മനുഷ്യർ മുഴുവനും മരിക്കുന്നതിന് മുമ്പേ ഭയത്താൽ നിലവിളിക്കാറുണ്ട്. എന്നാൽ യേശുവാകട്ടെ ധൈര്യപൂർവം ബോധത്തോടെ പിതാവിനെ ഏൽപ്പിക്കുന്നു. ഫ്രഞ്ച് ഗ്രന്ഥകാരനായ ആൻഡ്രൂ മുറയുടെ പുസ്തകത്തിൽ പറയുന്നത്, നല്ല മരണം വരിക്കാൻ ഉത്തമമായ 2 മാർഗങ്ങളാണ് ഉള്ളത്. മരണം ഒന്നുമില്ലാത്ത നിത്യശൂന്യതയാണെന്ന് പഠിപ്പിക്കുന്ന എപ്പിക്കൂരിയൻ സിദ്ധാന്തവും അത് നിത്യജീവനിലേക്ക് ഉള്ള വഴിയാണെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിശ്വാസവും അത്രേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നതും ആ തീർത്ഥചരിതന്റെ വാക്കുകളെല്ലാം തന്നെ മനുഷ്യാത്മാവിന്റെ അമരത്വത്തിന്റെ മുദ്രയാണ്. ഏൽപ്പിക്കുന്നു എന്നതിന് പാരാറ്റിതമി എന്നതാണ് മൂലപദം. തൽക്കാലത്തേക്ക് ബാങ്കിൽ നിക്ഷേപം ഏൽപ്പിക്കുന്നതിനെ കാണിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ ജീവനെ കൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും അധികാരമുണ്ട്. താൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവസാനത്തോളം കാപ്പാൻ ശക്തൻ. താൻ കാട്ടാളഭടന്മാരുടെ കരാളഹസ്തങ്ങളിൽ പതിച്ചപ്പോഴും സ്വന്തം ശിഷ്യന്മാരാൽ ഒറ്റപ്പെടൽ ഏറ്റെടുത്തപ്പോഴും നീതിനായ കോടതികളിൽ അനീതിയുടെ വിധി വധിക്കണമെന്നായപ്പോഴും കമിഴ്ന്നു വീണവന്റെ പുറത്ത് കുരിശ് വീണപ്പോൾ അതിന് പുറത്തും ചാട്ടവാറകൾ പതിച്ചപ്പോഴും കാൽവറിയിൽ കാൽകരങ്ങൾ കാരിരുമ്പാണികൾ കേൾപ്പിച്ചപ്പോഴും ബന്ധനസ്ഥനായവനെ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് കൺപാർത്ത് കരഘോഷവും അട്ടഹാസവും പിശാച് നടത്തിയപ്പോഴും ക്രിസ്തുവിനറിയാം എൻ്റെ ആത്മാവിനെ കാപ്പാൻ ശക്തനായ പിതാവ് എനിക്കുണ്ട് എന്നത്. ആകയാൽ ആ പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ ഏൽപ്പിച്ചു. ക്രിസ്തു മനുഷ്യപുത്രൻ എന്ന നിലയിൽ മരിച്ചപ്പോൾ തൻ്റെ ആത്മാവ് നശിച്ചുപോയില്ല. അത് വേറൊരു വസ്തുവിലേക്ക് ലയിച്ചതുമില്ല. ഇതുപോലെ മനുഷ്യാത്മാവും വിലപ്പെട്ടതാണ്. ഈ ആത്മാവ് ചെല്ലേണ്ടുന്ന സ്ഥലമുണ്ടെന്നുള്ള കാര്യം മനുഷ്യൻ മറക്കുന്നു. ചിലർ നാളെ നാളെ നീളെ നീളെ എന്നതുപോലെ മാനസാന്തരപ്പെടാതെ മരിക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടാമെന്ന് കരുതുന്നു. എന്നാൽ ആർക്കാണ് മരണത്തിന് മുൻപാകെ സന്തോഷത്തോടെ തൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുവാൻ കഴിയുന്നത്? യേശു ചെയ്തതുപോലെ ഒരു വിശ്വാസിക്ക് മാത്രമേ മരണമുഹൂർത്തത്തിൽ തൻ്റെ ആത്മാവിനെ ഏൽപ്പിപ്പാൻ കഴിയൂ. രോഗദുഃഖ മരണമില്ലാതെ മുഴുസമയവും സുഖലോലുപരായി ഭോഗാസക്തിയിൽ മുഴുകി ഒഴുകി പഴുകിയ പാപപ്പുഴയിൽ നീരാടി നിരാശയുടെ നിശാനിദ്ര പ്രാപിക്കണമെന്ന് അനേകർക്കും ആശയായിരിക്കുമ്പോൾ മരണത്തെ അഭിമുഖീകരിക്കുവാൻ മനുഷ്യന് ഭയമാണ്. മരണസമയത്ത് യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇവിടുത്തെ മനുഷ്യ പ്രമാണികളുടെ വെപ്രാളം പറയാനുണ്ടോ? സങ്കീർത്തനം 116:15 നാം വായിക്കുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കഷ്ടതയുടെ നടുവിൽ ഭക്തന്മാർ സന്തോഷിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 7:55-56. മരണസമയങ്ങളിൽ അവിശ്വാസി ഭയാനകരമായി അലറി വിളിക്കുമ്പോൾ
വിശ്വാസി പുഞ്ചിരിയോടെ വരവേൽക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ ഉടമയും ചക്രവർത്തിയുമായിരുന്ന ഔറം സിംഗ് മരണക്കിടക്കയിൽ മകന് കത്തെഴുതി, ഞാൻ ഏകനായി വന്നു, ഏകനായി പോകുന്നു. ഞാൻ രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്തില്ല. എനിക്ക് ഭാവിയെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ല. എൻ്റെ തെറ്റുകളുടെ ഭാരം ചുമന്നുകൊണ്ട് ഞാൻ പോകുന്നു. പേന ഉപയോഗിച്ച് ശക്തമായി ഫ്രാൻസിലെ വിപ്ലവത്തിന് ഒരു ഉപകരണമായി തീർന്ന ബുദ്ധിരാക്ഷസനായ വോൾട്ടയർ ഒടുവിലായി പറഞ്ഞ വാക്കുകൾ, ഒരു ദൈവമുണ്ടെങ്കിൽ, അല്ലയോ ദൈവമേ, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പാപം മോചിച്ച് ഒരു സ്വർഗമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് എന്നെ അയക്കണമേ. ഞാൻ ജനിക്കാതെ ഇരുന്നു എങ്കിൽ എത്രയോ നന്നായിരുന്നു. ഇങ്ങനെയുള്ള മരണം എത്രയോ ദയനീകരം. വിശ്വാസവീരന്മാര് ചിലരുടെ അനുഭവം സ്മരിക്കട്ടെ. കർത്താവിൽ പ്രസിദ്ധനായ D.L. മൂഡി ഇങ്ങനെ പറഞ്ഞു, ഇത് എനിക്ക് കിരീടമണിയുന്ന ദിവസമാകുന്നു. മരണം ഇങ്ങനെയാണെങ്കിൽ ഇത് എത്ര മനോഹരമായിരിക്കുന്നു. പിന്നെ കർത്തൃദാസൻ കർത്താവിൽ മറഞ്ഞു. മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. സാറഗു എന്ന സഹോദരൻ പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹത്തിന്റെ പ്രകാശത്തെ ഞാൻ കാണുന്നു. ഇഹലോകവാസം വെടിഞ്ഞ് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് മറയുമ്പോൾ സന്തോഷത്തോടെ കടന്നുപോയി. സാധു കൊച്ചു കുഞ്ഞുപദേശി ഇങ്ങനെ പറയുവാനിടയായി, ഇതാണോ മരണം? ഇത് മരണമല്ല, പിന്നെയോ നിദ്രയത്രേ. ഇങ്ങനെ എത്രയോ ഭക്തന്മാർ. എന്നാൽ അവിശ്വാസികളുടെ അവസ്ഥയോ? ആഡംസൺ എന്ന നാസ്തികവാദി മരണസമയത്ത് ഇങ്ങനെ പറഞ്ഞു, അയ്യോ, പിശാചിനെ ഞാൻ ഈ മുറിയിൽ കാണുന്നേ എന്ന് അലറി വിളിച്ച് അവസാനം ചത്തുപോയി. കെ എന്ന ഒരുവൻ നരകം നരകം, അയ്യോ നരകം എന്ന് മരിക്കുവാൻ സമയത്ത് നിലവിളിച്ചു കൊണ്ടിരുന്നു. വിളി അവസാനിക്കുന്നതുവരെ ആ മുറിയിൽ ആരും പ്രവേശിച്ചില്ല. തോമസ് കോട്ട് ഇയാൾ മരിക്കുന്നതുവരെ നരകമുണ്ടെന്ന് വിശ്വസിക്കാത്ത ആളായിരുന്നു. എന്നാൽ മരിക്കുന്ന സമയത്ത് നരകവും ദൈവവും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതാ ഞാനിപ്പോൾ നാശത്തിലേക്ക് പോകുന്നു. ആശീന എന്ന ഒരു സ്ത്രീ മരണസമയത്ത് പറഞ്ഞത്, പിശാചിനെ പാതാളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നേ എന്ന് ഉറക്കെ നിലവിളിച്ച് മരിച്ചു. JB ബ്രൗൺ, ഇനിയും എനിക്ക് വിമോചനമില്ല. രക്ഷിക്കപ്പെടുവാൻ ലഭിച്ച നല്ല സന്ദർഭങ്ങൾ ഞാൻ പാഴാക്കി കളഞ്ഞു. ഇപ്പോൾ ഇതാ പിശാചും തന്റെ ദൂതന്മാരും മരണത്തിന്റെ കറുത്ത കരങ്ങളുമായി എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് ഭയപ്പെട്ട് അലറി കരഞ്ഞു, പ്രാണനെ വിട്ടു. ദൈവത്തിനും ദൈവവചനത്തിനും എതിരായി പ്രവർത്തിച്ച വോൾട്ടയർ തന്റെ മരണസമയത്ത് തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടുനിന്ന തന്റെ വേലക്കാരി ഇങ്ങനെ പറഞ്ഞു, യൂറോപ്പിലെ ധനം മുഴുവനും തരാമെന്ന് പറഞ്ഞാലും ഈ നാസ്തികന്റെ മരണത്തെ അടുത്തിരുന്ന് കാണുവാൻ വയ്യ എന്ന് പറഞ്ഞു മാറിപ്പോയി. അയാളുടെ അന്ത്യം അത്രയ്ക്ക് ഭയാനകരമായിരുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണെങ്കിൽ ദുഷ്ടന്മാരുടെ മരണത്തെ അവൻ വെറുക്കുന്നു. യഹസ്കേൽ 33:11. ദൈവവൈതലേ, നീ മരണത്തെ ഭയക്കരുത്. കാരണം മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ നിന്റെ കൂടെയുണ്ട്. താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു താൻ സ്വയം തന്റെ ശരീരത്തെ മനുഷ്യന് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ തന്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിക്കുന്നു. ആത്മാവിനുടയോൻ അവനല്ലോ. ക്രിസ്തു ഇഹലോക ജീവിതത്തിൽ പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, ദേഹത്തെയും ആത്മാവിനെയും കൊല്ലുന്നവനെ ഭയപ്പെടുവിൻ. ലോകർക്ക് ആത്മാവിനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ അവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിന്റെ ഉടയവൻ ദൈവം. മനുഷ്യൻ തന്റെ ആത്മാവിന്റെ രക്ഷ നഷ്ടമാക്കിയാൽ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിന്റെ വകയായ ആത്മാക്കൾ അവനോടുകൂടെ വാസം ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. യേശു ആകൃതിയിൽ മരണം വരെ മനുഷ്യനായി കാണപ്പെട്ടു. സ്വർഗത്തിലെ സാക്ഷാൽ ഗോതമ്പ് മണിയായവൻ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ജീവൻ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞവൻ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ടു, വളർന്നു ഫലം കായ്ച്ചു, കൊയ്തു, മെതിക്കപ്പെട്ട്, പൊടിക്കപ്പെട്ടു, ദൈവക്രോധ ഓർമ്മയിൽ വെന്ത് ജീവന്റെ അപ്പമായി പുറത്തു വന്നു. ഭൂമിയിൽ വിതയ്ക്കപ്പെട്ടവൻ ഭൂമിയിൽ ഫലം കായ്ച്ചു, ഗെത്ശമനയിൽ വെച്ച് കൊയ്യപ്പെട്ടു. പീലാത്തോസിന്റെ അരമനയിൽ മെതിക്കപ്പെട്ടു, പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറി വരെ പൊടിക്കപ്പെട്ടു. കുരിശിൽ മുകളിൽ ദൈവകോപ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞു പുറത്തു വന്ന ജീവന്റെ അപ്പം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പിതാവിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ വന്ന ഓമനകുമാരൻ സകലവും നിവർത്തിച്ചിട്ട് സ്വന്തം തോളിൽ തലചായ്ച്ച് പിതാവിന്റെ കയ്യിൽ ആത്മാവിനെ ഏൽപ്പിച്ചു. തലചായ്പാൻ ഭൂമിയിൽ സ്ഥലമില്ലാതിരുന്നവൻ ക്രൂശിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. റോമർ 1:5 വായിക്കുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന യേശു
ശബത്താരംഭിക്കുന്നതിനായി ശരീരങ്ങൾ കുരിശിൽ കിടക്കരുത് എന്ന് കരുതി പടയാളികളെത്തി. മരിക്കാത്തവരെ കാലൊടിച്ചു കൊന്നെടുക്കാം എന്ന് ചിന്തിച്ചു. ദുഷ്പ്രവൃത്തിക്കാരുടെ കാലൊടിച്ചു. യേശുവിനെ നോക്കി അവൻ മരിച്ചു എന്ന് കണ്ടിട്ട് ഒരു പടയാളി കുന്തത്താൽ വിലാപ്പുറത്തിൽ കുത്തി. ഉടനെ രക്തവും പിന്നെ വെള്ളവും പുറത്തു വന്നു. അവസാനത്തുള്ളി രക്തവും ചങ്കുകുത്തി തുറന്നവരുടെ പുറത്തേക്ക് ഒഴുക്കി. രക്തം ഒന്നും ശരീരത്തിലില്ലാതെ വന്നപ്പോൾ വെള്ളം പുറപ്പെട്ടു. യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം പാവശുദ്ധീകരണത്തെയും ജലം പരിശുദ്ധാത്മാവിനെയും സ്നാനത്തെയും കാണിക്കുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള വചനത്തിന് നിവൃത്തി വന്നു. വ്യവസ്ഥ വച്ചവന് മനുഷ്യനായി നിത്യമരണത്തെ മാറ്റുവാൻ, തന്നിൽ വിശ്വസിക്കുന്നവർക്കായി മാറ്റുവാൻ അവൻ മരിച്ചു. ക്രൂശിലെ യേശുവിന്റെ ശരീരം അരിമത്യയിലെ യോസഫ് പീലാത്തോസിനോട് അനുവാദം വാങ്ങി ഏറ്റവും പുതിയ കല്ലറയിൽ അവനെ ക്രൂശിൽ നിന്ന് ഇറക്കി കൊണ്ടുചെന്ന് വെച്ചു. യോഹന്നാൻ 3 കാണുന്ന നിക്കോദെമോസും കൂടി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം 6 അത്തൽ 100 അകലും കൂട്ടിക്കൊണ്ടുവന്നു. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അടക്കി. യോഹന്നാൻ 19:38 മുതൽ 42, ലൂക്കോസ് 23:50 മുതൽ 56. ഭൂതലത്തിൽ ഒരിടവും ഉൾക്കൊള്ളാത്തവൻ കല്ലറയിൽ ഒതുങ്ങിയെന്നോ? യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയും എന്നതുപോലെ യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതിനാൽ ശിഷ്യഗണം മൃതഗാത്രം മോഷ്ടിക്കാതിരിപ്പാൻ അവൻ രാജമോതിര മുദ്ര കല്ലറയുടെ വായ്ക്കൽ ഉരുട്ടിവെച്ച കല്ലിന് വെച്ചു. മത്തായി 27:62 മുതൽ 66 വരെ. മരിച്ചു നാറ്റം വെച്ച് 4 നാളായി കല്ലറയ്ക്കകത്ത് ഇരുന്നവനെ പുറത്തു കൊണ്ടുവന്നവനെ അകത്താക്കി റോമൻ ഇമ്പിരിയിൽ മുദ്ര പതിപ്പിച്ച് ഉടക്കിക്കളയാമെന്ന് പുരോഹിതന്മാരും പടയാളികളുടെയും മോഹത്തെ തച്ചുടച്ചുകൊണ്ട് പുനരുത്ഥാനത്തിൽ ആദ്യജാതനായി ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന അവകാശവാദം മുഴക്കിയവൻ കല്ലറയെയും വാതിൽക്കലെ കല്ലിനെയും റോമൻ മുദ്രയെയും കാവലിരുന്ന പടയാളികളെയും വെല്ലുവിളിച്ചുകൊണ്ട് പുനരുത്ഥാനം ചെയ്തു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. യെരുശലേമിൽ ടൂറനിൽ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കല്ലറ വിളിച്ചു പറയുന്നു, ഇവൻ ഇവിടെ ഇല്ല. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? റോമൻ ഇമ്പീരിയൻ മുദ്രയ്ക്കോ പടയാളികൾക്കോ കല്ലറയ്ക്കോ മരണത്തിനോ പാതാളത്തിനോ അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അവനിൽ വ്യാപരിച്ച പുനരുത്ഥാന ശക്തി ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. മൺമറഞ്ഞ വിശുദ്ധ ശരീരങ്ങളിൽ വ്യാപരിക്കും. ഉയർത്തെഴുന്നേറ്റ യേശു 40 നാളോളം അനേകർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം ദൈവം ക്രിസ്തുവിനെ സകലത്തിനു മേലായി ഉയർത്തി സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തിരുത്തി. ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ 11 പേർ കൂടെയുണ്ടായിരുന്നു. ഗലീല പുരുഷന്മാരെ, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. എഫേസ്യർ 1:20 മുതൽ 23 വരെ വായിക്കുമ്പോൾ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇത് ഇരുത്തുകയും ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം ഒരിക്കലും യാദൃച്ഛികമല്ലായിരുന്നു. തന്റെ മരണത്താൽ സഭയെ സമ്പാദിച്ചു. താൻ സമ്പാദിച്ച സഭയെ ചേർപ്പാൻ വേഗം വരുന്നു. അവൻ വിളിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നൊടി നേരത്തിനുള്ളിൽ വിശുദ്ധർ പറന്നുപോകും. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ വെന്ന് പാതാളത്തെയും മരണത്തെയും മറികടന്നു സൂര്യന്റെ ദഹിപ്പിക്കുന്ന ജോലയെ അതിജീവിച്ച് ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും പ്രാപിച്ച് 1000 വാനഗോളങ്ങളെ താണ്ടി പ്രാണപ്രിയനെ എതിരേൽപ്പാൻ പോകുന്നു. ഫിലിപ്പിയർ 2:6 മുതൽ 11 വരെ. ഇവിടെ വന്നവനെ ഇവിടെ വെച്ച് കർത്താവായി സ്വീകരിച്ചാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ കൈവിടപ്പെടും. ഒടുവിൽ ഒടുക്കത്തിനു മുമ്പ് നടുക്കത്തോടെ യേശുക്രിസ്തു തന്നെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ് നരകത്തിൽ പോകേണ്ടി വരും. 1 തീമോഥെയോസ് 6:14 മുതൽ 16 വരെ. അതേ എൻ്റെ ദൈവമേ, ഓമനകുമാരനെ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നു ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത അങ്ങയുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം.